അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി. അതായത് രാവിലത്തെ കുട്ടിക്കാലത്ത് ഞങ്ങൾ തറവാട്ട് വീട്ടിലുള്ള രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ വീഡിയോ ഇപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ ചെയ്തത് ആ വീഡിയോ ആണ്. അപ്പോൾ ഇനി എന്താ വരുന്നത് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഉള്ള വിശേഷങ്ങൾ, രാവിലത്തെ കഴിഞ്ഞ് നമ്മൾ ഉച്ച സമയത്ത് വിശേഷങ്ങൾ, ആ ഉച്ച സമയത്ത് പ്രത്യേകിച്ച് സ്കൂളുള്ള ആ ഒരു സമയങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ള അതാണ് നമ്മൾ ഇന്ന് ആ വിശേഷങ്ങളാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ വ്യൂസ് ഉത്തരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറഞ്ഞു നിർത്തുന്നത് എങ്ങനെ, ചിലപ്പോൾ സ്കൂളിലേക്ക് ആര് പോകുന്ന ആരതാണ് പണ്ട് സ്കൂളിൽ പോയിരുന്ന ആ ഒരു ഇതും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇനി വരുന്ന വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പോയി അപ്പോൾ സ്കൂളിലത്തെ ആ ഒരു രീതികളും കാര്യങ്ങളും അവിടുത്തെ ഞങ്ങൾ നാട്ടിലെ ഒരു സ്കൂളിൻ്റെ ആ ഒരു അന്നത്തെ ഒരു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്നു. കാരണം ഞാൻ വീട്ടിലേക്ക് ഊണഴിക്കാൻ വരിക ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഏകദേശം നടക്കാനുള്ള ദൂരമാണ് ഈ സ്കൂളിലേക്കുള്ളത്. LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഏകദേശം ഒരു നടക്കാനുള്ള ദൂരമാണല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരിക ചെയ്യുക. സ്കൂളിൽ അന്ന് ഇതുണ്ട്, അത് അന്നൊക്കെ കഞ്ഞിയാണ്. അപ്പം അത് കഞ്ഞിയുണ്ട്. പിന്നെ ചോറ് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ആ ഒരു ചെറിയ നമ്മൾ ലഞ്ച് ബോക്സ് പോലെ അന്നത്തെ ആ ഒരു അന്ന് സ്റ്റീലിൻ്റെ ഇതാണ്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ നമ്മൾ ചോറ്റ് പാത്രം ഉണ്ടല്ലോ അതിൽ കൊണ്ടുപോയി അതായത് കൊണ്ടുവരുന്നവരുണ്ട്. അപ്പം രണ്ടും ഉണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോരുക ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു 3-4 ഞങ്ങൾ ആ ഭാഗത്തേക്കുള്ളൊരു 3-4 കുട്ടികൾ അന്ന് അങ്ങനെ ഒന്നിച്ചു പോരും. അപ്പം അതാണ് അപ്പം ഞാൻ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പം അത് എല്ലാം അപ്പം ആ കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോയി. അപ്പം അവിടെ ചിലപ്പോൾ അന്ന് പന്തലൂർ GLP സ്കൂള് അതായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്ന LP സ്കൂള്. പിന്നെ തൊട്ട് അടുത്ത് തന്നെയാണ്, അധികം ദൂരം ഇല്ലാതായിട്ട് UP സ്കൂളുണ്ട്. അപ്പോൾ ഈ LP സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന അല്ലെങ്കിൽ UP സ്കൂളിലത്തെ ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിലത്തെ കാര്യങ്ങൾ ചെന്ന് കഴിഞ്ഞു, അങ്ങനെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അത് സ്കൂളിലും പിന്നെ അന്നത്തെ കാലത്ത് അത് ഗ്രൗണ്ട് അതിൻ്റെ മുമ്പുള്ള കളികൾ കാര്യങ്ങളൊക്കെ രസമാണ്. അന്നത്തെ ഇത് അങ്ങനെയാണ്. പിന്നെ സ്കൂളിലേക്ക് പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്ലേറ്റ് ആണല്ലോ അന്നൊക്കെ. അന്നിപ്പോൾ എഴുതാനൊക്കെ സ്ലേറ്റ് ആണ്, മായ്ക്കുകയും ചെയ്യാം. പക്ഷെ ഇത് മായ്ക്കുന്നതിന് നമ്മൾ ഒരു ഈ മായ്ക്കുന്ന ഒരു റബ്ബർ ടൈപ്പുള്ള അത് പിന്നെ ഇതിനാണ് നമ്മൾ കടലാസിലൊക്കെ ഉണ്ടോ. ഇത് അങ്ങനെയല്ല. നമ്മൾ കൂടുതലും നമ്മളെടുത്ത് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഈ മതിലിന്റെ സൈഡിൽ അവിടെയൊക്കെ ആയിട്ടുണ്ടാവും ഒരു വെള്ളത്തണ്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അത് അങ്ങനെ ഒരു ചെടിയാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അത് അന്നത്തെ ആ പോയ ഓർമ്മയുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. വെള്ളത്തണ്ടിന്റെ ആ ഒരു അങ്ങനെ ചെടിയുണ്ട്. അപ്പൊ അതിന്റെ ആ തണ്ട് ഭാഗത്ത് കുറച്ച് നല്ല വെള്ളം ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഇങ്ങനെ മായ്ച്ചെടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇതും ഒക്കെ പറിച്ചിട്ടാണ് പോവുക. നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെടുത്ത് ഇതൊക്കെ ഉണ്ടാക്കി ഈ ഒരു വെള്ളത്തണ്ടിന്റെ മായ്ക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ സ്ലേറ്റിൽ എഴുതിയ പിന്നെ കൈ കൊണ്ട് തന്നെ നമുക്ക് മായ്ക്കാം. അല്ലെങ്കിൽ ചെറിയ നമ്മൾ എന്തെങ്കിലും തുണി പോലെയുള്ള നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മായ്ക്കാം. ഡസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് പറയുമല്ലോ അത്. പിന്നെ പിന്നെ നമ്മൾ ബോർഡിൽ മാഷ് ബോർഡുമ്പിൽ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. അന്ന് ഈ ചുമരുമ്പത്തിനുള്ള ബോർഡ് ഒക്കെ പിന്നെയാണ് വന്നത്. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ ഒരു ബോർഡ് ഉണ്ട്, അതും ഓർമ്മ ഉണ്ടായിരിക്കും എന്നുള്ളവർക്ക്. ആ മരത്തിനാണ് ഇതിന്റെ ബോർഡ്, കറുത്ത ബോർഡ്. പിന്നെ അതിന്റെ 3 കാലൊക്കെ ആയിട്ട് അതുമ്മിൽ എഴുതിയിട്ട് മായ്ക്കുന്ന ആ രീതി. അപ്പൊ അതുമ്മിലൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് അത് തുണീന്റെ ഒരു കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് ഇതായിരിക്കുമല്ലോ. പിന്നെ അന്നത്തെ ബെഞ്ച് കാര്യങ്ങളൊക്കെ രസമാണെന്ന്, ചെറിയ ബെഞ്ചുകളും. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള ആ സ്കൂളത്തെ രീതി അങ്ങനെയാണ്, സ്കൂളിന്റെ ഒരു അവിടുത്തെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ സ്കൂളിൽ കളികൾ ഉണ്ടാവും. ഈ നമ്മളൊരു 11 മണി സമയത്തൊക്കെ ഉണ്ടല്ലോ ഒന്ന് കുറച്ച് സമയം പുറത്ത് കളിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പൊ ഈ ഒരു വരവിന്റെ കാര്യമാണ്, നമ്മൾ വീട്ടിലത്തെ കാര്യമാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് ഈ വരുന്ന വഴി എങ്ങനെ വെച്ചാൽ ഞങ്ങൾ വരുന്ന വഴി ഇതുപോലെ പാട വരമ്പാണ്, എന്നൊക്കെ ചെറിയ വരമ്പാണ്. പിന്നെ 2 സൈഡിൽ വയലാണ്. കൃഷിയുള്ള സമയം ഉണ്ടായിരിക്കും. ഈ നെൽകൃഷി അതില്ലാത്തൊരു സമയത്താണെങ്കിൽ പിന്നെ ഈ അതിന്റെ ഇട സമയങ്ങളിലൊക്കെ നെൽകൃഷി അല്ലാത്തൊരു സമയത്തൊക്കെ ആണെങ്കിൽ വാഴക്കൊലകളൊക്കെ നിറയുള്ള അതുണ്ട്. പിന്നെ ചേന ഉണ്ടായിരിക്കുമല്ലോ അതിന്റെ ഇടയിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കൃഷിയുള്ള ഇതുണ്ട്. അപ്പൊ അപ്പൊ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വരികയായി. അപ്പൊ ഈ വരുന്ന വഴിക്ക് എന്ന് വെച്ചാൽ അന്ന് ഇതേപോലെയാണ്. നമുക്ക് കഞ്ഞിയുണ്ട്, പിന്നെ ഒരു ചെറുപയറിന്റെ ഒരു പതിവുണ്ട് ആ കാലത്ത് സ്കൂളിലൊക്കെ. ഉച്ചക്കഞ്ഞീന്റെ ആ ഒരു കാലത്ത് ചെറുപയറാണ്. ആ ചെറുപയർ അങ്ങനെ സാധാരണ പോലെ വേവിച്ചെടുക്കുന്ന
അങ്ങനെയാണത്. നമ്മൾ ഈ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമല്ലോ, നമ്മളൊരു ശരിക്കും ഒരു മെഴുക്ക് വരട്ടി പോലെ തന്നെ അങ്ങനെ ഒരു ഇതിലാണത്. നല്ല രസമാണത്, നല്ല ടേസ്റ്റാണ്. അപ്പം വെച്ചാൽ അത് വാങ്ങിക്കും. അപ്പം നമ്മൾ സാധാരണ ഒന്ന് സ്കൂളിൽ വരിക്ക് നിൽക്കണം. അപ്പോൾ വരി നിന്ന് ഈ ചെറുപയർ അത് വാങ്ങാൻ വെച്ചാൽ നമുക്കൊരു ഒരു ഇല ഉണ്ട്, പാത്രത്തിലല്ലേ വാങ്ങുക ഈ ഇത് കഴിക്കാത്ത ആളുകൾ. അപ്പം ഈ അവിടുന്ന് കഞ്ഞി കഴിക്കാത്തവരാണെങ്കിൽ ഞങ്ങൾ ചെറുപയർ മാത്രം നമ്മൾ വാങ്ങും. അത് രസമാണ്. അപ്പം എന്തിനത് വാങ്ങുന്നത് വെച്ചാൽ, അപ്പം അത് വാങ്ങുന്നത് ഈ കോളാമ്പി പോലത്തെ വെളുത്തൊരു പൂവുണ്ട്, അതിന് നല്ല കുറച്ച് വട്ടത്തിലുള്ള ഇലയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ ആ പരിസരത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഇതുണ്ട്, ഈ ചെടി. അപ്പം അതിൻ്റെ ഇല പറിച്ചിട്ട് അതിലാണ് നമ്മളിത് വാങ്ങിക്കുക. അങ്ങനെ കയ്യിൽ അങ്ങനെ വാങ്ങിപ്പോരും. പാത്രമുള്ള ആളുകൾക്ക് അവിടെ തന്നെ കഴിക്കുന്നവർക്ക് ഇത് ഈ പ്ലേറ്റ് പോലെ ഉണ്ടായിരിക്കും, ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൂക്കുപാത്രം എന്നൊക്കെ ഇല്ലേ, അപ്പം അങ്ങനെയുള്ളതിൽ അല്ലെങ്കിൽ വാങ്ങി ഈ തൂക്കുപാത്രത്തിൽ കഞ്ഞി വാങ്ങി അതിൻ്റെ അടപ്പിലാണ് ഈ ചെറുപയർ വാങ്ങലുണ്ട്. അപ്പം എനിക്ക് അപ്പോൾ ഇപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കഴിക്കാൻ വരുന്നവർ ചെയ്യുന്ന രീതിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എന്നിട്ട് എന്തിനത് വാങ്ങിച്ചാൽ ഈ വാങ്ങി അത് ഈ പറഞ്ഞ ഏകദേശം ഒരു 10 മിനിറ്റിലേറെ നടക്കാണ്ട് ഈ വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന്. അപ്പം ഈ വരുന്ന വഴിയിൽ നല്ല വേനൽക്കാലാണെങ്കിൽ നല്ല വെയിലും ചൂടുള്ള സമയമാണ്, മഴയാണെങ്കിലും കുട കൊണ്ടാ പോവുക. അപ്പം അങ്ങനെ അപ്പം ആ വരുന്ന വഴിക്ക് പാടവരമ്പത്തിൽ കൂടെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത് കഴിക്കുന്ന ഒരു പതിവ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. വീട്ടിൽ ഇത് ഏകദേശം വീട്ടിലെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലമാണ്. അപ്പം അമ്പലത്തിൻ്റെ മുമ്പിലൂടെയാണ് വഴി. പിന്നെ അതിനൊരു സൈഡിലൂടെ ഇങ്ങനെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട്, ഞങ്ങൾ അമ്പലത്തിന് പുറകിലാണ് ഞങ്ങളെ വീട്. അമ്പലത്തിന്റെ മുൻഭാഗത്ത് ആ വഴിക്ക് പോയിട്ടാണ് സ്കൂള്. അവിടുന്ന് പിന്നെ ആ വരുന്ന ഒരു മുൻഭാഗത്തൊക്കെ എത്തുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഏകദേശം ആ പാടം ക്രോസ് ചെയ്ത് വരുന്നതിൻ്റെ സമയം കൊണ്ട് നമ്മളിത് കഴിക്കുകയും ചെയ്യും. ഇത് കഴിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ആ സമയത്തേക്ക് അതിനുവേണ്ടി മാത്രം വാങ്ങുന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ പിന്നെയാണ് നമ്മൾ സാധാരണ ചോറും കറികളൊക്കെ കൂട്ടിയുള്ള ആ ഒരു ഉച്ച ഭക്ഷണം. ഇതിന്റെ മുമ്പേ ഇതന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അളവിൽ തന്നെ അത് കിട്ടും. അതായത് അന്നിപ്പോ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ എപ്പോഴും ഓടിച്ചാടി കളിക്കുന്ന ആ ഒരു പ്രായം അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് അത് കഴിച്ചിട്ടാണ് പോരുന്നത്. അപ്പോ അതങ്ങനെ വന്നു. അപ്പോൾ വരുന്ന വഴിക്കിലാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ അധികം ഈ പാടല്ലേ, പാടത്തിന്റെ പിന്നെ അന്ന് വീടൊന്നുമില്ല. അത് കഴിഞ്ഞ് അമ്പലത്തിന്റെ മുമ്പിലൊക്കെ ആയിട്ട് അങ്ങനെ എത്തിയിട്ടൊക്കെ വേണം. പിന്നെ അന്നത്തെ കാലത്ത് എനിക്ക് ആ ഒരു ഓർമ്മ വരുന്ന വഴിയിൽ നമ്മളെ അന്ന് റേഡിയോ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കാലമാണ്. റേഡിയോ ഉണ്ട്, ടേപ്പ് റെക്കോർഡറുണ്ട്. പിന്നെ അത് ഒന്നിന് കഴിഞ്ഞോടുകൂടിയാണ് ടെലിവിഷനൊക്കെ ഉണ്ട് വരുന്നത്. ഏകദേശം ഞങ്ങൾ ഒരു LP സ്കൂള് പഠിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഏകദേശം വന്നിട്ടുണ്ട് ടെലിവിഷൻ. പക്ഷെ എന്നാലും അങ്ങനെ എല്ലാ വീടുകളിലൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് ടെലിവിഷന്. പിന്നെ അങ്ങനെ എല്ലാവരും വാങ്ങിക്കില്ല. ഈ റേഡിയോ ആണ് അന്നത്തെ പറഞ്ഞ പോലെ പ്രധാനമാണ്, റേഡിയോ ടേപ്പ് റെക്കോർഡർ. അപ്പൊ അന്ന് വെച്ചാൽ നമ്മൾ ഈ റേഡിയോയിലുള്ള ആ പാട്ടുകൾ കേൾക്കുന്നതാണ് ആ ഉച്ച സമയത്ത് ഒരു വാർത്തയൊക്കെ ഉണ്ടല്ലോ, വാർത്ത കഴിഞ്ഞിട്ടാണ് 1 മണി മുതൽ 2 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ. അത് പിന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങള് അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്ത് പിന്നെ ഒരു 12:30 മുമ്പായിട്ടൊക്കെ ഉണ്ട് തോന്നുന്നു പാട്ടുകളൊക്കെ. അപ്പൊ അങ്ങനെ വെച്ചാല് അപ്പൊ ഈ വരുന്ന വഴിക്കിലും അതുപോലെ ചോറ് ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്തും അതെ, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് റേഡിയോ ഉണ്ടാവും. അപ്പോൾ 1 മണിയായ റേഡിയോ ആണ്. അപ്പോൾ അവിടെ അമ്മയൊക്കെ പാട്ട് കേട്ട് അവിടെ ഓണാണല്ലോ, ഓണാക്കിയിട്ടാണ്. ഇപ്പോൾ ഒരു 12 മണിക്ക് റേഡിയോ ഓണാക്കും. അത് കഴിഞ്ഞ് 2 മണിക്കാണ് ചലച്ചിത്ര ഗാനങ്ങൾ അവസാനിക്കുന്നത്. ഈ വാർത്തയും ഒക്കെ കഴിഞ്ഞ് അതിന്റെ മുമ്പ് ഒരു പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഈ 2 മണി, അപ്പൊ ഈ ഞങ്ങൾ ഈ ഊണ് കഴിച്ച് പോകുന്ന വരെയൊക്കെയുള്ള സമയത്തൊക്കെ ഈ പാട്ട്, അപ്പൊ റേഡിയോയിലെ പഴയ കാലത്തുള്ള പാട്ട്, പഴയതുണ്ടാക്കി പിന്നെ ആ സമയത്ത് ഏതാണോ പുതിയത് അത് എല്ലാം ചേർന്നുണ്ട്. അപ്പൊ അത് ഒരു ഓർമ്മയാണ്, അതായത് ആ റേഡിയോയിൽ ആ പാട്ട് കേൾക്കുന്നത്. വീട്ടിലിപ്പോ അങ്ങനെ വെച്ചാൽ അന്ന് വെച്ചാൽ നമ്മള് ഞങ്ങൾക്ക് ചില വീട്ടിൽ അന്നും നേരത്തെ ഭക്ഷണം റെഡിയാണ്, നേരത്തെ തന്നെ ആവും ഭക്ഷണം. അത് അന്നും അങ്ങനെ തന്നെ. അപ്പൊ എന്താ വെച്ചാൽ അതുകൊണ്ട് ഒരു 12 മണിയാകുമ്പോഴേക്കും ഊണായി. അപ്പൊ ഞങ്ങള് പിന്നെ ഞാന് അപ്പൊ ഏകദേശം അമ്മ അവരൊക്കെ ഊണ് ചില സമയങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ സ്കൂള് വിട്ട്, അതായത് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്നത് പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരൊക്കെ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഊണ് പിന്നെയുള്ള വെച്ചാൽ കാര്യമായിട്ട് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്തെ നാടൻ ഭക്ഷണങ്ങൾ, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വരില്ല. ആ ഒരു കാലത്തെ ഒരു നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലും മുരിങ്ങയില പരിപ്പിട്ടച്ച കറി ഉണ്ടാവും, പിന്നെ ഈ പപ്പായ ചേമ്പ്, നാടൻ ചേമ്പ് കൊണ്ടുള്ള മോര് കറി, പിന്നെന്താണ്, പിന്നെ നമുക്ക് അല്ലെങ്കിൽ സാമ്പാറാണെങ്കിലും അതുപോലുള്ള നാടൻ കറികളാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അമരക്ക ആണെങ്കിലും ഒക്കെ വീട്ടിലൊന്നും അമരക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പന്തലൊക്കെ ഇട്ട് വളർത്തിയിട്ട് അങ്ങനെയുള്ള
അപ്പൊ അത് വെള്ളക്കറി ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഉച്ച സമയത്തുള്ള ഭക്ഷണത്തിന്റെ കാര്യം. പിന്നെ മീൻ വാങ്ങുന്ന ദിവസമാണ്. മീൻ വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ട് നമുക്ക് പഠിക്കൽ. ഞങ്ങൾ നേരെ പഠിക്കൽ തന്നെ ഒരു പഞ്ചായത്ത് റോഡാണ്, അത് ടാറോൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. പഞ്ചായത്ത് റോഡാണ്. അപ്പൊ അതിൽ രാവിലെ മീൻകാരുണ്ടായിരിക്കും. രാവിലെ ഒരു 8 മണി മുതൽ ഒരു 10 മണിന്റെ ഉള്ളിലായിട്ടൊക്കെ വരും. സ്ഥിരമായിട്ട് വരുന്ന മീൻകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്നാണ് മീൻ വാങ്ങിക്കുക. അന്നൊന്നും മാർക്കറ്റ് ഒന്നും ഇല്ല, അവിടെ ഒന്നും മാർക്കറ്റ് ഇല്ല. പിന്നെ കാര്യമായിട്ട് ഒരു മീനൊക്കെ നല്ല എന്തെങ്കിലും നമ്മൾ വലിയ കഷ്ണം മീനൊക്കെ കിട്ടണമെങ്കിൽ മഞ്ചേരി വരണം ഞങ്ങൾക്ക്. ഇവിടെ എന്താ വെച്ചാൽ എപ്പോഴും ഉണ്ടായിരിക്കും അയില, മത്തി, കോര, അതുപോലുള്ള ചെറിയ മത്സ്യങ്ങൾ. അതും സൈക്കിള്, പിന്നെ ഈ ഒരു കൊട്ട വെച്ചിട്ട് തേക്കിൻ്റെ ഇല ഓർമ്മണ്ടിരിക്കുക. ഏകദേശമൊക്കെ ഞങ്ങളൊക്കെ LP സ്കൂളിന്റെ ആ ഒരു കാലത്തും ഉണ്ട് ഏകദേശം തേക്കിൻ്റെ ഇലേന്റെ രീതി. അതോടുകൂടി പിന്നെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ തന്നെ പിന്നീട് കടലാസുകളും അതുപോലെ മറ്റ് കവറുകളും ഒക്കെ വന്നത്. അപ്പൊ അതാണ് ഒരു ഇത്. നമ്മൾ ഈ മീൻ ഇങ്ങനെ പഠിക്കുന്നു വരുന്ന ആ ഒരു മീൻ വാങ്ങിയിട്ട് അതുകൊണ്ടുള്ള കറികൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതൊക്കെ മീൻ തോന്നുന്നത് ഇപ്പൊ ഇന്നത്തെ മീനിനൊക്കെ നല്ല ഒന്നുകൂടി രുചി ഉള്ള പോലെ തോന്നിയിരുന്നു. അത് നേരെ വരുന്നു, കയ്യും കാലും കഴുകുന്നു. കയ്യും കാലും കഴുകലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർമ്മയാണെന്ന്. കിണറ്റിന്ന് നേരെ വെള്ളം മുക്കിയിട്ട് നമ്മൾ ആ തണുത്ത വെള്ളം അതിലാണ് നമ്മൾ കഴുകുന്നത്. അന്ന് പൈപ്പൊന്നും ഇല്ല. അപ്പൊ അത് കഴുകി അപ്പൊ നല്ല തണുത്ത വെള്ളമായിരിക്കും. എന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ഇരിക്കാനും നേരില്ല. പിന്നെ അത് തിരിച്ച് എത്തുമ്പോഴേക്ക് കുറച്ച് സമയം അവിടെ ഒക്കെ സ്കൂളിലൊക്കെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ബെല്ലടിച്ച് പിന്നെ തുടങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്തിന് മുമ്പായിട്ട് അങ്ങനെയാണ്. അപ്പൊ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഊണ് കഴിച്ച് വീട്ടിലധികം ഇരിക്കില്ല, നേരെ പോയി. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മൾ റേഡിയോയിൽ വരുന്ന പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ അങ്ങനെ കേട്ട് പോകുന്നു. അപ്പൊ അന്ന് എനിക്ക് ഈ പാട്ട് ചെറുപ്പത്തിന് വലിയ ഇഷ്ടമാണ്. ഊണ് കഴിക്കാൻ വന്ന് അത് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന ആ വഴിക്ക് ഇപ്പൊ നമ്മൾ ഏകദേശം രാവിലത്തെയും കഴിഞ്ഞു, ഉച്ച സമയത്തെയും കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് പറഞ്ഞാൽ നമുക്ക് വൈകിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കുറെ വിശേഷങ്ങൾ നമുക്ക് ഇതുപോലെ ഇനിയുള്ള അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുക. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.